ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമുക്ക് നേരെ വ്ളോഗിലേക്ക് കിടക്കാം കേട്ടോ. കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഇത് കുറേ ദിവസമായി വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇത് മട്ടൻ്റെ എല്ല് സൂപ്പാണ്. മീൻസ് എല്ല് വേവിച്ച് വെച്ചതാണ്. അതായത് കൈയും കാലും കുക്കറിൽ ഇട്ടിട്ട് അതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് കുരുമുളക് പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളത്, വേറെ ഒന്നും ചേർത്തില്ല. ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വേവിച്ചിട്ട് അത് സൂപ്പാക്കിയിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ അത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അതും സാധാ നമ്മൾ വേവിക്കുന്ന പോലെയല്ല ചെയ്തിട്ടുള്ളത്. മട്ടൻ്റെ കൈയും കാലും കുക്കറിൽ വേവിക്കുമ്പോൾ അത് ഒരു വിസിൽ വന്നിട്ട് ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഒരു വിസിൽ വരാം, ഓഫ് ചെയ്യുക. അങ്ങനെ ഒരു 5-6 ഹവേഴ്സ് കൂടുമ്പോൾ ഇങ്ങനെ വേവിക്കണം. അപ്പോഴാണ് മട്ടൻ്റെ ആ കൈയും കാലും അതിൻ്റെ ഇടയിൽ നിന്ന് ആ മജ്ജ അങ്ങനെ പുറത്തേക്ക് വരുള്ളൂ. അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിപ്പം നെയ്യിലോട്ട് ചെറിയുള്ളി വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലോട്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളത്. അതൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള ബ്രോത്ത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ സൂപ്പ് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഉപ്പ് ചെറുനാരങ്ങയൊക്കെ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഈ മട്ടൻ ബ്രോത്ത് ഉണ്ടല്ലോ, ഈ ബോൺ ബ്രോത്ത്, ഇത് ജോയിൻ്റ് ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ ഭയങ്കര പ്രോട്ടീൻ റിച്ച് ഫുഡാണ് കേട്ടോ അത്, ഈ ഒരു സൂപ്പ്. അതുപോലെ തന്നെ ഡീഹൈഡ്രേഷനൊക്കെ ഉള്ളവർക്ക് വളരെ ബെസ്റ്റാണ്. പിന്നെ മിനറൽസ് നല്ലോണം ഉണ്ട്. പിന്നെ വയറ് ഫുള്ളായ പോലെ തോന്നും. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. പിന്നെ കൊളാജൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്കിന്നിന് നല്ലതാണ് കേട്ടോ. പിന്നെ ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ നല്ലതാണ് ഈ ഒരു മട്ടൻ ബ്രോത്ത്. അപ്പം അങ്ങനെ ഉള്ള എന്താ പറയുക, ആവശ്യമുള്ളവർക്കൊക്കെ, പ്രത്യേകിച്ച് കൈ കാല് വേദനയൊക്കെ ഉള്ളവർക്കൊക്കെ ഭയങ്കര നല്ലതാണ് ഈ സൂപ്പ് കേട്ടോ. അപ്പം അവിടെ റീനു ചെറിയുള്ളിയൊക്കെ തൊലിക്കുന്നുണ്ട്. നമുക്ക് മട്ടൻ കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മട്ടൻ്റെ കൈയും കാലും വേറെ എടുത്തിട്ടുണ്ട്. പിന്നെ മട്ടൻ കറി, അത് ഗ്രേവി പോലെ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ രാത്രി ഉണ്ടാക്കുന്നത് കേട്ടോ. രാവിലെ എനിക്ക് സമയം കിട്ടാറില്ല ഓരോന്നും ഉണ്ടാക്കുമ്പോൾ. കാരണം നമുക്ക് ഇതിനായിട്ട് നിൽക്കുമ്പോഴേ അതിനിടയ്ക്ക് നമുക്ക് വീട് ക്ലീൻ ആക്കലും അങ്ങനെയുള്ള മക്കളെ നോക്കലും എല്ലാം കൂടി ആകുമ്പോൾ ഇക്കാനെ നോക്കലും ഒക്കെ കൂടി ആകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഫുഡിനായിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ വൈകുന്നേരങ്ങളെ പറ്റുണ്ടാവുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോസ് എടുക്കലും പിന്നെ നമ്മളെ റോസ് ഹെർബൽസിൻ്റെ കാര്യങ്ങളും അതൊക്കെ. അപ്പോൾ അതാ സൂപ്പ് നല്ല ടേസ്റ്റാട്ടത്. ഇങ്ങനെ കുടിക്കുമ്പോൾ ഇത് മട്ടൻ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇക്കാക്ക് കൊണ്ട് കൊടുക്കട്ടെ കേട്ടോ. ശരിക്കും എനിക്ക് ഇങ്ങനെ ഡെയിലി ഞാൻ വീഡിയോസ് ഇടുന്നല്ലേ, ഇപ്പം അങ്ങനെ വീഡിയോസ് ഇടാനിട്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ. പിന്നെ വീഡിയോ ഇടുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് കിട്ടാത്ത പോലെ. ഡെയിലി വീഡിയോ ഇടുമ്പം അന്നെന്നുള്ളത് കഴിയുമല്ലോ. ഇത് കുറച്ച് ദിവസം മുമ്പത്തെ വിശേഷങ്ങളാട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ട് എനിക്ക് ഒട്ടും വയ്യായിരുന്നു. കൈ വേദന ഒക്കെ ആയിരുന്നു. എനിക്ക് ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പം ഇക്കാക്കാണെങ്കിൽ ഇൻഫെക്ഷൻ വരാൻ പാടില്ല. ഞാൻ പോയാലാണെങ്കിൽ ഇവിടെ വീട്ടിലത്തെ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും അത് മാറിയിട്ടില്ല. കൈകാല വേദനയൊക്കെ ഉണ്ട് ഇപ്പോഴും. പിന്നെ ഇനിയിപ്പോൾ മട്ടൻ ഉണ്ടാക്കുവാണ്. അത് വൈകുന്നേരത്തെ ഫുഡിനാണ്. ദോശയും മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇക്കാക്ക് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് മാറിയതുകൊണ്ട് തന്നെ കീമോ ഇപ്പം നല്ല ചേഞ്ച് ഉണ്ട്. നല്ല സ്ട്രോങ് കീമോ ആണ്. അപ്പം അതുകൊണ്ട് അത്യാവശ്യം ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പം നല്ലോണം ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ക്ഷീണം വരും, കൗണ്ട് കുറയുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം മട്ടന് ഇക്കാൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുക്കുകയാണത് കേട്ടോ. അപ്പം ചെറിയ ജീരകം, കുരുമുളക്, മഞ്ഞൾ, മല്ലി അതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതാണ് മസാലയാക്കി ഇട്ട് കൊടുക്കുന്നത്. എരിവ് പുളി ഇതൊന്നും വല്ലാണ്ട് പറ്റില്ല. അങ്ങനെയൊക്കെ ഡയറ്റിൽ അത് ഓരോ കീമോക്ക് അനുസരിച്ച് ഓരോ ചേഞ്ചസ് വരും കേട്ടോ. എല്ലാവർക്കും ഒരേപോലെ ആണെന്നില്ല. ഇനിയിപ്പോൾ ഇത് കണ്ടിട്ട് ഇനിയിപ്പം നിങ്ങൾ ആ ഒരു കീമോയിലുള്ള കുറേ ആൾക്കാരുണ്ടാവും ഇത് കാണുന്നവരിൽ. അപ്പം അവർ വിചാരിക്കും എന്താ നമുക്ക് അങ്ങനെ ഇല്ലാത്ത ഇങ്ങനെ. അങ്ങനെ എല്ലാവർക്കും ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തർക്കും ഓരോ കീമോ മെഡിസിനും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ചെറിയുള്ളി വെളുത്തുള്ളി, അത് തക്കാളി ചെറിയൊരു കഷ്ണം ഇട്ടിട്ടുണ്ട്. ഉപ്പ്, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പം നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊന്ന് വേവിക്കുക, എന്നിട്ട് ഓഫാക്കുക, പിന്നെ വീണ്ടും വേവിക്കുക. നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. മട്ടനൊക്കെ നന്നായിട്ട് വെന്ത് കുഴയണം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ കുറേ നേരമായി ഞാൻ വേവിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. വൈകുന്നേരം 7 മണിക്ക് തുടങ്ങിയിട്ട് കുറേ നേരം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ദോശയാണ് ഇതിലോട്ട് രാത്രിത്തേക്ക്. ബാക്കിയുള്ളവർക്ക് ചോറുണ്ട് കേട്ടോ. ഇക്കാക്കും പിന്നെ റൂഹിക്ക് മാത്രമാണ് ദോശ ഉണ്ടാക്കിയിട്ടുള്ളത്. റൂഹി പിന്നെ ഇക്ക എന്താ കഴിക്കണത് അതേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രമേ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നടന്നൊക്കെ ഉണ്ട്, ഒക്കെ ഷെയർ ചെയ്യാനുണ്ട്.
പക്ഷേ ഞാനിപ്പോൾ കുറേ ദിവസമായില്ലേ, 3 ദിവസത്തിന് മേലെയും തോന്നുന്നു വീഡിയോസ് ഇട്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പെൻഡിങ് അവിടെ കിടക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഇത് ഈ പോസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് ഷെയർ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീടിൻ്റെ വിറകേരിയ ഉണ്ടാക്കുന്ന ഇതുകൊണ്ടിട്ട് കാണിക്കുന്നുണ്ട്. ഇത് ശേഷം കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇക്കാൻ്റെ ഫുഡ്. റോസുവിൻ്റെ ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട് റോസു? ക്ലാസ്സൊക്കെ കുഴപ്പമില്ല. ഇപ്പം എന്തോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ എന്നാ? കോഡിങ്ങിൻ്റെ ക്ലാസ്സോ? അതെങ്ങനെ ഉണ്ടായിരുന്നു? അതിൽ പുതിയൊരു സാധനം ഉണ്ടാക്കി, ന്യൂട്രീഷൻ ട്രാക്കർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ്. അതെന്താ? അതിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗുണങ്ങൾ, പ്രോട്ടീൻസ് എത്ര ഉണ്ട്, ന്യൂട്രീഷന്, അങ്ങനത്തെ കുറേ ഇൻഫർമേഷൻ തരും. നീ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാ? കോഡിങ് ക്ലാസ് കൂടെ ഉണ്ടാകും. അതെങ്ങനെയാണ് ഇൻഫർമേഷൻ കിട്ടുക? നമ്മൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കുക? നമ്മളുടെ ഭക്ഷണം എന്താ കഴിക്കണമെന്ന് ചോദിച്ചു. നീ ഇപ്പോൾ ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ആക്കി കൊടുക്കേ? അത് പറഞ്ഞു കൊടുക്കണം. അപ്പം അത് എല്ലാതും അതിൻ്റെ എല്ലാ ഗുണങ്ങളും തരും. എന്നിട്ട് കിട്ടാത്തത് ഇല്ലാത്തതൊക്കെ അതും കൂടി ഇൻഫോം ചെയ്യും. അപ്പോൾ ഭയങ്കര ഹെൽത്തി ഫുഡാണ് അതിപ്പോൾ വീട്ടിൽ കഴിക്കണം ഇപ്പോൾ നിങ്ങളെല്ലാവരും. അതെ. ആണോ? റോസിൻ്റെ ന്യൂട്രീഷൻ ട്രാക്കർ ആപ്പ് കൊണ്ട് നമ്മളിപ്പോൾ എല്ലാവരും ഹെൽത്തി ഫുഡാണ്. ഒരു ദിവസം എന്തൊക്കെ കഴിക്കണം എന്നൊക്കെ റോസ് പറഞ്ഞുതരും അല്ലേ? റോസിന് നമ്മൾ ബ്രൈറ്റ് ചാംസിൽ ജോയിൻ ചെയ്യിപ്പിച്ചപ്പോഴേ ജസ്റ്റ് കോഡിങ് പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലാസ്റ്റ് കുറച്ച് മാസങ്ങൾ കൊണ്ട് ഭയങ്കര ഡിഫറൻസാണ് മനസ്സിലായത് കേട്ടോ. നമ്മൾ ഓരോ ആപ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ട് അവൾക്ക് ഉണ്ടാക്കിക്കൂടാ, അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. Yeah, it is made to understand. It is made to understand. Yes, very good. You know what? The computer can understand only 2 numbers. I think you know that. 0, 1? Exactly. Yes. പിന്നെ ബ്രൈറ്റ് ചാൻസിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര സിമ്പിളായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ ക്ലാസ്സിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ന്യൂട്രീഷൻ ട്രാക്കർ ആപ്പൊക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് പറഞ്ഞു തരുന്നതൊക്കെ. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ടെക്നോളജി ലേൺ ചെയ്യുന്നതിനുപരി അവർ തിങ്ക് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുമാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. Of course, you can choose anything you like. Okay. Then I will choose a space. Okay. Yes. Perfect. Okay. So we'll do that first. 10. Okay. You'll see that. Just wait for a second. It will automatically refresh on the left side. Do you know what is x-axis, Aisha? In which direction it moves? Exactly. So x-axis is left and right, the sleeping line, and y-axis is the Is up and standing down. line, up and down. Exactly. So we're changing it only. ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോസ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടാട്ടോ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നതും അപ്പം തന്നെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. Shoot by clicking on the A button. Yes. Cool, right? Yes. Yes. So when you have time, just go through the code. It's really interesting since you already know about HTML and CSS. അപ്പോൾ ഇതാണ് ബ്രൈറ്റ് ചാൻസിൻ്റെ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ മക്കളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ ഫ്രീ ആയിട്ട് ഡെമോ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഞാൻ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം ഡിസ്ക്രിപ്ഷനിലും അതുപോലെ പിൻ്റെ കമൻറ്റിലൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വിറകുപുരയുടെ വിശേഷങ്ങൾ പറയണ്ടേ ഇനി. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ കേട്ടോ. ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വീഡിയോസ് ഷെയർ ചെയ്യാം കേട്ടോ ഇൻഷാല്ലാ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ വിറകുപുരയുടെ ആരെങ്കിലും വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസ് എന്തെങ്കിലും എനിക്കൊന്ന് അയച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് തന്നെ നമ്മൾ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു വിറകുപുര വേണം എന്നുള്ളത് കേട്ടോ. ഹൗസ് വാമിങ്ങിനല്ല, ഹൗസ് വാമിങ്ങിന് അന്ന് തന്നെ നമ്മളത് ക്ലിയർ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ഓരോ കാരണങ്ങളാൽ ഇപ്പോഴാണ് നമുക്ക് സമയം കിട്ടിയത്. നമ്മൾ എഞ്ചിനീയർ തന്നെയാണ് ഇതൊക്കെ റെഡിയാക്കി തരുന്നത് കേട്ടോ ഇൻഷാല്ലാ. അപ്പോൾ ഇതാ അതിൻ്റെ സ്ട്രക്ചർ വർക്ക് ഇതൊക്കെ പെട്ടെന്ന് തീർന്നു കേട്ടോ. ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ഒരു പണി തീർന്നു. ഇനിയിപ്പം താഴെ കോൺക്രീറ്റ് ചെയ്യാനൊക്കെ ഉള്ള പണികളാട്ടോ ഇൻഷാല്ലാ. അപ്പോൾ ഞാൻ ആരോടൊക്കെ ചോദിച്ചിരുന്നു ആരെങ്കിലും അടുത്ത് നല്ലൊരു ഇങ്ങനത്തെ ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പലരും എനിക്ക് അയച്ചു തന്നു. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചൊരു കാര്യം എല്ലായിരുന്നു അത് അയച്ചു തന്നിട്ടില്ല കേട്ടോ.
പിന്നെ ഞാൻ ഏകദേശം നമ്മളിങ്ങനെ ഇവരോട് സംസാരിച്ചപ്പോൾ അവർ ഒരു പ്ലാൻ എനിക്ക് തന്നു. ഞാനതിൽ ഇങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്ലാൻ നമ്മൾ ഇപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതെങ്ങനെയാണെന്നുള്ളതൊക്കെ കേട്ടോ. ഇൻഷാ അല്ലാ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും നല്ല കവേർഡായിട്ട് വേണം എന്നൊക്കെ പ്രത്യേകം ഞാൻ പറഞ്ഞിരുന്നു. കാരണം എനിക്കിങ്ങനെ തുറന്ന് കിടക്കണമെന്നൊന്നും എനിക്കിഷ്ടമല്ല. കാരണം എന്തെങ്കിലും വല്ലത് അതിനകത്ത് കയറി ഇരുന്നാലൊക്കെ പേടിയല്ലേ. പിന്നെ അപ്പോൾ എന്തായാലും കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇൻഷാ അല്ലാ. കോൺക്രീറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് ഇനി താഴേക്ക്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് എടുക്കുകയാണ്. പിന്നെ കഴിഞ്ഞ നമ്മളെ വീഡിയോയിൽ ഞാനിങ്ങനെ ഓരോന്നും ഇങ്ങനെ പറയുമ്പോഴേ ഞാനിങ്ങനെ നമ്മൾ വോയിസ് ഓവറിൽ ഇങ്ങനെ ഒരു യൂഷ്വൽ ടോക്കിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. പക്ഷേ എൻ്റെ വോയിസ് കേട്ടിട്ട് പലർക്കും വിഷമമായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സത്യം പറയണമെങ്കിൽ ഞാൻ വോയിസിൽ അങ്ങനെയൊന്നും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊന്നുമല്ല കേട്ടോ. അതായത് വിഷമം എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നിയതുകൊണ്ട് നിങ്ങൾക്ക് വിഷമമായി എന്നാണ് അവർ പറയുന്നത്. പക്ഷേ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു. കാരണം ഞാൻ അറിയാത്ത എന്നെ പേഴ്സണലി അറിയാത്ത ഞാൻ അറിയാത്ത കുറേ ആൾക്കാർ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴേ വല്ലാത്തൊരു സന്തോഷമാണ്. ചിലരൊക്കെ എനിക്ക് പേഴ്സണലി വാട്സപ്പ് മെസ്സേജൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇക്കാൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് വോയിസ് നമ്മൾ ചില സമയത്ത് രാവിലെയൊക്കെ വോയിസ് കൊടുക്കുമ്പോൾ നമുക്കൊരു വിഷമം വരില്ലേ, വിഷമമുള്ള സൗണ്ടല്ലേ, അങ്ങനെ വന്നതാണ്. പക്ഷേ എനിക്ക് ഈ വാട്സപ്പിൽ ചിലരൊക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് ആക്കിയപ്പോഴേ ആ വോയിസ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. കാരണം അവർക്ക് ഇക്കാൻ്റെ വിവരം എൻ്റെ വിവരമൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമം. ആ വിഷമം അവരുടെ വോയിസിലുണ്ട്. അത് കേൾക്കുമ്പോൾ എനിക്ക് അറിയാണ്ട് ഞാൻ തന്നെ വിഷമിച്ചു പോയി. പക്ഷേ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് സങ്കടപ്പെടാനും സന്തോഷിക്കാനും ഒരാളുണ്ടെന്ന് പറയുമ്പോൾ, ഒരാളല്ല കുറേ പേരുണ്ടെന്ന് പറയുമ്പോൾ സന്തോഷമല്ലേ. ഇൻഷാ അല്ലാ. അപ്പം എൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും എല്ലാവർക്കും സന്തോഷവും സങ്കടവും കിട്ടില്ല. അപ്പം ഇപ്പം നമുക്ക് സങ്കടമാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് സന്തോഷമാവും ഇൻഷാ അല്ലാ. അപ്പോൾ സന്തോഷത്തിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം. അതാണ് ആ ഒരു മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പോൾ നമ്മൾക്ക് ഇപ്പം സന്തോഷമാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സങ്കടം ഉണ്ടാവും. അപ്പം നമ്മൾ സങ്കടത്തിനായിട്ട് വെയിറ്റ് ചെയ്യണ്ട. എന്തായാലും ഇപ്പം സങ്കടമാണെങ്കിൽ സന്തോഷം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അതിങ്ങനെ വിചാരിച്ചിരിക്കാം ഇൻഷാ അല്ലാ. പിന്നെന്താ, അപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ എടുക്കുവാണ് ഇക്കാക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇക്ക ഉണ്ടാക്കിയത് തന്നെ ആകുമ്പോൾ രസമല്ലേ. ഇക്കാക്ക് അങ്ങനെ വല്ലാണ്ട് പച്ചക്കറികൾ ഇപ്പോൾ കഴിക്കാൻ പറ്റുന്നില്ല. കഴിക്കണം നല്ലതാണ്, പക്ഷേ ഇപ്പം വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരുന്നുണ്ട്. നോർമൽ കീമോ അല്ലല്ലോ. അപ്പം എന്തായാലും ഇനിയിപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. അങ്ങനെ കുറേ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പം ചിലപ്പോൾ കേൾക്കുന്നവർക്ക് വേറെ രീതിയിലൊക്കെ എടുക്കും. ഇൻഷാ അല്ലാ എല്ലാം നല്ലതിനാവും. ഇൻഷാ അല്ലാ നല്ലതാവട്ടെ. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് കൊടുക്കണം. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാനുണ്ടായിരുന്നു. ഇപ്പം ഇക്കാക്കിപ്പം അങ്ങനെ ട്രാവൽ ചെയ്യുന്നത് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകുന്നത് നല്ലതല്ല, ഇൻഫെക്ഷനൊന്നും വരാണ്ടിരിക്കണം നോക്കുന്നു പറയാം. അപ്പോൾ ഏതൊരു കീമോ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഇനിയിപ്പം ആൻറ്റിബയോട്ടിക് കുടിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാൻ പറയാറുണ്ട്. അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പം കീമോയിലൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ വരരുത്. ഇനിയിപ്പോൾ എത്ര ചെറുതാണെങ്കിലും ഇൻഫെക്ഷൻ വരരുത്. ഇപ്പം അതുപോലെ സർജറി ഒക്കെ കഴിഞ്ഞവർക്കാണെങ്കിലും ഇൻഫെക്ഷൻ വരാണ്ട് നോക്കണം. പ്രത്യേകം എല്ലാവരും പറയും. കാരണം ഇൻഫെക്ഷൻ വന്നാൽ അവർക്കൊക്കെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ സമയമായിരിക്കും. അപ്പോൾ ഇൻഫെക്ഷൻ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ നമ്മുടെ സോഷ്യൽ മീഡിയ മാനേജർ, ആളുടെ പേര് ഷഹർബാൻ എന്നാട്ടോ. കമൻസിൽ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ നിങ്ങളത് റിവീൽ ചെയ്യാത്തതെന്നൊക്കെ. അതെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ആൾക്കാരുടെ ഫേസ് കാണിക്കാൻ ഇഷ്ടമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫേസ് കാണിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ഷെഹർബാനാണ് പേര്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് വീട്. ആൾ ജേർണലിസം കഴിഞ്ഞതാണ്. പിന്നെ വീഡിയോ എഡിറ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളും സോഷ്യൽ മീഡിയ, എൻ്റെ സോഷ്യൽ മീഡിയ മൊത്തം മാനേജ് ചെയ്യുന്നത് ആളാണ്. നമ്മളെ റോസ് ഹെർബൽസും എല്ലാതും മാനേജ് ചെയ്യാനും എല്ലാം കൂടി ഇപ്പോൾ എനിക്ക് എന്തായാലും നടക്കില്ല, എനിക്ക് എൻ്റെ ഓരോ കാര്യങ്ങൾ കൊണ്ട്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ്. ഇവൾ ഷെഹർബാൻ വന്നതുകൊണ്ട് നമ്മളെ വീട്ടിലൊരു അംഗം പോലെയാണ്. ഇനി എന്താ പറയാനുള്ളത്, ഇനി ഇൻഷാ അല്ലാ എന്നാണോ അവൾക്ക് ഫേസിൽ റിവീൽ ചെയ്യാൻ തോന്നുന്നത് അന്ന് നമുക്ക് കാണിക്കാം ഇൻഷാ അല്ലാ. പിന്നെന്താ, ഇവിടെ ഈ കൽപ്പകഞ്ചേരി ചന്തയിൽ ചൊവ്വാഴ്ചകളിലാണ് ചന്ത ഉണ്ടാവുക. അവിടുത്തെ മാങ്ങച്ചാറുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇക്ക പ്രത്യേകം പറഞ്ഞിരുന്നു ചന്തയത്തെ മാങ്ങച്ചാർ വേണമെന്ന്. ഒരുപാട് കഴിക്കാനൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ഞാൻ കുറച്ചല്ല, ഞാനൊരു കണ്ണിമാങ്ങ അച്ചാറും വാങ്ങിച്ചു. ഒരു കാന്താരി അച്ചാർ, കാന്താരി മാങ്ങയാണ് തോന്നുന്നു. ഓക്കെ, അതും 3 ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചന്തയിൽ വരികയാണെങ്കിൽ ഇത് 3 ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ. പിന്നെ ഒരു ചെള്ളി മാങ്ങ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ ഈ അച്ചാർ ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നുന്നു. നമുക്ക് വീട്ടിലുണ്ടാക്കിയ അച്ചാർ എന്നൊക്കെ പറഞ്ഞു വരൽ. ആരെങ്കിലും ഇവിടുന്ന് വാങ്ങിച്ചവരുണ്ടെങ്കിൽ താഴെ കമൻസിൽ പറയാം കേട്ടോ.
അപ്പോൾ ഞാൻ കുറച്ച് അച്ചാറുകളൊക്കെ വാങ്ങിച്ചു. പിന്നെ വേറെ ചമ്മന്തി പൊടിയൊക്കെ ഉണ്ട്. ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവർ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതിയല്ലോ. എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് കൽപ്പകഞ്ചേരി ചന്ത ഉള്ളത്. പിന്നെ ഞാൻ ആ ചമ്മന്തി പൊടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അതിൽ മറ്റേ ചെള്ളി ചമ്മന്തിയാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര കുത്തൽ തോന്നി. ഉണക്കമീൻ്റെ ചമ്മന്തിയില്ലേ അത്. പിന്നെ ഇവിടുന്ന് അത് വാങ്ങിച്ച്. പിന്നെ പപ്പടം വാങ്ങിച്ചു. റൂഹിക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പടം. അപ്പോൾ ചെറിയ പപ്പടം ഉണ്ടല്ലോ, അത് ഇതുവരെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല കേട്ടോ. അത് വേറെ കാര്യം. ഇന്നിപ്പോൾ എന്താഴ്ച, ഇന്ന് വെള്ളിയാഴ്ചയായി. ചൊവ്വാഴ്ച വാങ്ങിച്ച സാധനം അതുവരെ ഉണ്ടാക്കി കൊടുത്തില്ല. നേരം കിട്ടണ്ടേ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പനി വന്നു. ജലദോഷമൊന്നുമില്ല, പക്ഷേ കൈ വേദന, കാലുവേദന അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴുള്ള വേദന ഉണ്ടാവില്ല. എന്നിട്ട് കഴിഞ്ഞ ദിവസം മക്കളെ സ്കൂളിൽ പറഞ്ഞയച്ചില്ല കേട്ടോ. എനിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാൻ വയ്യ. എണീറ്റപ്പോഴേക്കും കൈവേദനയൊക്കെ, കാലുവേദന എല്ലാം മൊത്തം പനിയൊക്കെ കൂടെ ആയിട്ട് അപ്പം മക്കളെ സ്കൂളിലേക്കും പറഞ്ഞയച്ചില്ല. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ. എന്തായാലും എല്ലാവർക്കും ഒരുമിച്ച് വയ്യാണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ എല്ലാം റെഡി ആവുമല്ലോ ഇൻഷാ അല്ലാ. അങ്ങനെ പ്രതീക്ഷിച്ചാൽ മതി. എല്ലാവർക്കും എപ്പോഴും ദുഃഖം, എപ്പോഴും സന്തോഷമാവില്ല. അപ്പോൾ ഓരോ സമയത്തും ഓരോ ഇത് വരും. അപ്പോൾ നമുക്കിപ്പോൾ ദുഃഖമാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ സന്തോഷം വരും. ആ സന്തോഷത്തിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് രസമുള്ളൊരു വെയിറ്റിംഗ് ആയിരിക്കും. നമ്മൾ ഗൾഫിൽ പോകുമ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ളൊരു വെയിറ്റിംഗ് ഇല്ലേ, അതുമാതിരിയുള്ളൊരു വെയിറ്റിംഗ് ആണെന്ന് വിചാരിച്ചാൽ മതി. പിന്നെന്താ, പിന്നെ ഇതിപ്പം ഈ എല്ല് വാങ്ങിക്കുന്നത് അടുത്ത സൂപ്പിനുള്ളതാണ് കേട്ടോ. കാരണം എന്നും കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. അത് പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് 2 വീഡിയോസ് ഒരുമിച്ച് അതുകൊണ്ടുള്ളതായിരിക്കും. അപ്പം എല്ല് ഇങ്ങനെ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ട് ഒരു കൈയും കാലും വാങ്ങിച്ചിട്ട് അതൊരു 4 കവറിലാക്കിയിട്ട് ഇക്കാക്ക് മാത്രം ഇങ്ങനെ സൂപ്പാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഇടയ്ക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മട്ടൻ ബ്രോത്ത് സൂപ്പ് അല്ല, ബോൺ ബ്രോത്ത് സൂപ്പ്. അപ്പോൾ ഇവർ ആൾ പാവം, കൈയും കാലും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്, ഒന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു റെഡിയാക്കി തരാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ അവർ എനിക്ക് അവിടെ ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു കാലും വന്ന് കട്ട് ചെയ്ത് തന്നു, എല്ലെടുത്ത് തന്നു. എനിക്ക് എല്ലാം അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വേറെ സ്ഥലത്ത് പോയിട്ട് വാങ്ങിക്കാനുള്ള സമയമില്ല, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ചിലർ നല്ല ആൾക്കാരാവുമല്ലോ, അങ്ങനെ അവർ അത് റെഡിയാക്കി തന്നു. അങ്ങനെ നമ്മൾ പിന്നെ കുറച്ച് വേറെയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളത് ആ വീട്ടിലോട്ട് പോവുകയാണ്. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് വേണം ഇനി ബാക്കിയുള്ള റെഡിയാക്കാൻ കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. വീഡിയോ എടുക്കാന്നുണ്ടെങ്കിൽ പിന്നെ അതിന് സമയം ഉണ്ടാവുള്ളൂ. ഇനി ഇതൊക്കെ പോയിട്ട് റെഡിയാക്കാനുണ്ട്. പിന്നെ നമ്മളെ വിറകുപുരേൻ്റെ ഏകദേശം ആ ഒരു സ്ട്രക്ചർ കഴിഞ്ഞു തുടങ്ങിയിട്ട് ഒരൊറ്റ ദിവസം കൊണ്ടാട്ടോ ഈ ഒരു സ്ട്രക്ചർ ആക്കിയത്. ഇപ്പം അതിൻ്റെ ഏകദേശം കോൺക്രീറ്റ് ഒക്കെ പണികൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ പറഞ്ഞുതരാം കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയായിരിക്കില്ലേ നമ്മൾ ഈ വിറകുപുര എങ്ങനെ ഉണ്ടാവും, എങ്ങനെ കാണാൻ ഉണ്ടാവും എന്നൊക്കെ. ഇതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ. നമ്മൾ വിറകടുപ്പ്, വിറകുപുര അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും എല്ലാവർക്കും. ഇൻഷാ അല്ലാ അത് സെറ്റായിട്ട് ഞാൻ ഉടൻ തന്നെ കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ബൈ.